ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് കുറേ നാളുകൾക്ക് ശേഷം, ഏതാണ്ട് 1.5 മാസത്തിന് ശേഷം മാജിക് ഹോവിൻ്റെ ഷൂട്ടാണ്. പക്ഷേ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ഞാൻ നേരത്തെ തന്നെ ഏറ്റുപിടിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെ ഇന്നൊരു ചെറിയൊരു ഇനോഗ്രൽ ഫംഗ്ഷൻ്റെ ഭാഗമാകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂജപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെറിയ ഫംഗ്ഷനാണ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് കുട്ടികൾക്കുള്ള പുസ്തക വിപണി അങ്ങനത്തെ കാര്യങ്ങളുടെ എല്ലാം ഒരു ചെറിയ പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി റെഡി ആയി കഴിഞ്ഞിട്ട് അത് രാവിലെ 10 മണിക്കാണ്. അവിടെ പോയിട്ട് നല്ല മഴക്കോളൊക്കെ ഉണ്ട്, ഇന്ന് മഴ പെയ്യുന്നൊരു ദിവസം തോന്നുന്നു. എന്നിട്ട് ആ പരിപാടിയും കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടാണ് നമ്മുടെ മാജിക് ഹോവിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്ത് പോകാൻ. അത് ഉച്ചയ്ക്കാണ്, 12-12:30 എല്ലാവരും വരും. അത് കഴിഞ്ഞിട്ട് ആ ഷൂട്ട് വിശേഷങ്ങൾ. ഡ്രസ്സ് ചെയ്ത് ഞാൻ ഇറങ്ങുകയാണ്. ഇവിടെ ദൂരോട്ടൊന്നും അല്ല കേട്ടോ, ട്രിവാൻഡ്രത്ത് തന്നെയാണ്. എൻ്റെ വീട്ടിൽ നിന്നും പൂജപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരു ഹാർഡ്ലി 20 മിനിറ്റ്സ് മതി. ട്രാഫിക് ഇല്ലെങ്കിൽ എനിക്കവിടെ എത്തേണ്ട ആ ഒരു അത്രയും സമയമേ എടുക്കുള്ളൂ. പിന്നെ കറക്റ്റ് 10 മണിക്ക് ഞാൻ അവിടെ ഷാർപ്പ് എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും ഒരു 5-10 മിനിറ്റ് മുന്നേ ഞാൻ എത്തും. ഒരു വലിയൊരു ഫംഗ്ഷനാണെന്ന് വെച്ചാൽ അല്ല, ഒരു ക്ലോസ്ഡ് ഫംഗ്ഷനാണ്. എങ്കിലും തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സഹകരണ സംഘമാണ് ജില്ലാ മൊത്ത വ്യാപാര സഹകരണ സംഘം പൂജപ്പുര ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട്. അതായത് പൂജപ്പുര പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും ആ ബിൽഡിങ്. അപ്പോൾ അവിടെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൃത്യസമയത്ത് തന്നെ ഞാൻ എത്തുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. കാര്യം ഞാൻ വീട്ടിൽ നിന്ന് കറക്റ്റ് സമയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ കുറേ കുട്ടികൾ, പിന്നെ ഇതിൻ്റെ ഭാരവാഹികൾ, പിന്നെന്താ പറയുക, ഈ തിരുവനന്തപുരം ജില്ലാ മൊത്ത വ്യാപാര സഹകരണ സംഘത്തിൻ്റെ ഈ പൂജപ്പുര ബ്രാഞ്ചിലെ പ്രസിഡൻറ്റ് ശ്രീ MR മനോജ്, പിന്നെ മാനേജിംഗ് ഡയറക്ടർ യമുന VS, പിന്നെ മറ്റു ഭരണസമിതി അംഗങ്ങൾ, സ്റ്റാഫ്, പിന്നെ കുറേ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ ശ്രീ നിസാമുദ്ദീൻ സാറാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ നടത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് മാർക്കറ്റ് 2024 എന്ന് പറഞ്ഞൊരു വിപണന മേള തന്നെ ഇവിടെ നടക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഇനോഗ്രേഷനാണ്. കാരണം കുട്ടികൾക്ക് ആവശ്യമുള്ള ബ്രാൻഡഡ് ബാഗുകൾ, കൊടകൾ, പിന്നെ പഠനോപകരണങ്ങൾ ഒക്കെ തന്നെ മാർക്കറ്റ് റേറ്റിനെക്കാട്ടിലും വിലക്കുറവിലാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, സ്റ്റുഡൻറ്റ് മാർക്കറ്റാണ് ഇവിടെ ഇന്ന് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. സാധാരണ ഒരു ഫോർമൽ ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ആദ്യം നിലവിളക്ക് കത്തിക്കുക, പിന്നെ എന്താ പറയുക, കുറച്ച് പ്രസംഗം, സ്വാഗത പ്രസംഗം, അതുപോലെ അധ്യക്ഷൻ്റെ പ്രസംഗം, പിന്നെ മുഖ്യ അതിഥികളുടെ പ്രസംഗം, അങ്ങനെയുള്ളതൊക്കെ വളരെ മുറ പോലെ നടക്കുന്നുണ്ട്. കൃത്യമായ സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഷാർപ്പായിട്ട് തന്നെ എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. വിദ്യാഭ്യാസത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകരുത്. അടിസ്ഥാനപരമായി നിങ്ങളുടെ പഠനം, അതിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. അത് സ്ട്രോങ് ആക്കുക. അത് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫോൾ ബാക്ക് ചെയ്യാൻ എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള ധനം എന്ന് പറഞ്ഞാൽ വിദ്യാധനം തന്നെയാണ്. വിദ്യക്കപ്പുറം ഒരു ധനമില്ല. അത് എവിടെ പോയാലും നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടും. അതിൽ നിന്നും കിട്ടുന്ന ഒരു വാല്യൂ നമുക്ക് മാർക്കിടാൻ പറ്റില്ല അത്തരം കാര്യങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ അത് മനസ്സിൽ ഉറപ്പിക്കുക. അച്ഛനും അമ്മയും പറയുന്നത് കൊണ്ട് മാത്രം പഠിക്കുന്നവരായിരിക്കരുത്. വീട്ടിൽ നിന്നും ഫോഴ്സ് ചെയ്യുന്നു, ഞങ്ങളെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നു, അതല്ല. സ്വയം തോന്നി പഠിക്കണം. നിങ്ങളുടെ ആവശ്യമാണ്, മറ്റുള്ളവരുടെ ആവശ്യമല്ല. അത് വീട്ടുകാർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നത്. പക്ഷേ ഭാവിയിൽ ആരാണ് അതുകൊണ്ട് ഗുണം ഉണ്ടാകാമോ? ആർക്കാണ് ഗുണം ഉണ്ടാകുമോ? അച്ഛനമ്മമാർക്കാണോ? അല്ല, കുട്ടികൾക്ക് തന്നെയാണ്. സോ ദാറ്റ് ഹാസ് ടു ബി ദ പ്രയോറിറ്റി. എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കാൻ നിങ്ങളുടെ ആവശ്യമാണ് പഠിക്കുക എന്നുള്ളത്. ആരോഗ്യ മേഖലയെ പോലെ തന്നെ എല്ലാ കാലത്തും ഏറെ ചൂഷണത്തിന് ഇരയാകുന്ന ഒരു മേഖലയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇപ്പം നാം ഇവിടെ സൂചിപ്പിച്ചു, ഇന്ന് ഏതൊരാളുടെയും സ്വപ്നം, ഏതൊരു രക്ഷകർത്താവിൻ്റെയും സ്വപ്നം എന്ന് പറയുന്നത് തൻ്റെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ സാമ്പത്തിക വ്യത്യാസങ്ങളൊന്നുമില്ല. എന്തായാലും ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് വളരെ സന്തോഷമാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഫോർമൽ ഇനോഗ്രേഷൻ കഴിഞ്ഞു. ഇപ്പോൾ നാടയൊക്കെ മുറിച്ചത് എല്ലാവരും അകത്തേക്ക് കയറി കഴിഞ്ഞു. പിന്നെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാനൊന്ന് ജസ്റ്റ് നടന്ന് കാണുമായിരുന്നു. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, കാര്യം നമ്മളുടെ വീട്ടിലിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാരും ഇല്ല, അത് കാരണം എനിക്കിപ്പോൾ ഒന്നും വാങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം പറഞ്ഞിട്ടാണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. നല്ല മാർക്ക് നേടി ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കുട്ടികളെ സമ്മാനം കൊടുത്ത് ആദരിക്കുന്നുണ്ട്. അതുപോലെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ നല്ല രീതിയിൽ മാർക്കോടുകൂടി വിജയിച്ച് വന്ന കുട്ടികളെയൊക്കെ ആദരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടക്കുന്ന ചടങ്ങ് തന്നെയാണ്.
കുറേ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ബാഗ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ പുറത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ ബസ് കാറൊക്കെ പോകുന്നുണ്ട്. തിരക്ക് പിടിച്ച സമയമാണ്. മാത്രമല്ല നല്ല മഴയുമാണ് പുറത്ത്. ഇപ്പോൾ കാര്യമായിട്ട് മഴ പെയ്യുന്നുണ്ട്. ചായ സൽക്കാരം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കുന്ന ആളല്ല, അതുകൊണ്ട് അതൊന്നും കഴിക്കാൻ നിൽക്കുന്നില്ല. ഇനി മാത്രമല്ല ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാണ്. പിന്നെ എല്ലാവരോടും ഒപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി പെട്ടെന്ന് തന്നെ വീട്ടിൽ തിരിച്ചെത്തണം. കാരണം ചെറിയൊരു ലഞ്ച് ഉണ്ടാക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാജിക് പോയിൻ്റെ ഷൂട്ടുള്ള ദിവസമാണ്. ഇനി നേരെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരിക്കും ഞാനിന്ന് ലഞ്ചിന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ രാവിലത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ഭയങ്കര മഴ, കണ്ടതാണല്ലോ മഴയല്ല. അപ്പോൾ മഴ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ പുറത്ത് നല്ല ഇരുണ്ട് കിടക്കുന്നു, നല്ല മഴ. അത് നമ്മുടെ ഇടവപ്പാതയുടെ ഭാഗമായി കഴിഞ്ഞു എന്ന് തോന്നി. മഴയൊക്കെ തുടങ്ങിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും നല്ലൊരു രസകരമായ മൂഡാണ് ഇങ്ങനെ മഴ എന്ന് പറയുമ്പോൾ. എങ്കിലും ഇന്നിപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് മഴ എന്ന് പറഞ്ഞിങ്ങനെ സുഖിച്ചിരിക്കാനൊന്നും പറ്റില്ല. ഇന്ന് മാജിക് ആവിൻ്റെ ഷൂട്ടൊക്കെ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലഞ്ചിന് ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഡ്രസ്സൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ച് ബസ്മതി റൈസ് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു സ്പൈസി എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. സ്പൈസി എഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സാലഡ്, റൈത്ത, പിക്കിൾ, പപ്പട്സൊക്കെ ധാരാളം മതിയാകും. ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ചിക്കൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിലും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. വെജാണെങ്കിലും കഴിക്കാം. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ്റെ കറിയൊക്കെ വെച്ചതുണ്ട് ഇവിടെ. അത് ഇന്നലെ വെച്ചത് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അത് ചൂടാക്കിയാലും മതി. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ റൈത്ത മാത്രമാണെങ്കിലും മതി. അപ്പോൾ ഇതൊരു സ്പൈസി ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് ചുമ്മാ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. റൈസ് പാകത്തിന് നമ്മൾ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ മുട്ട മിക്കവാറും എല്ലാ വീടുകളിലും കാണില്ലേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടത്തിന് 4, 5, 6 എത്ര വേണമെങ്കിലും ചേർക്കാം. കുറച്ച് സവാളയും ഇച്ചിരി വെളുത്തുള്ളി അരിഞ്ഞത്, ഇത് മാത്രമേ ആവശ്യമുള്ളൂ. ഇച്ചിരി മുളക് പൊടി, ഉപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, പാത്രം ചൂടായി കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ചെയ്യാം. പാത്രം ചൂടായി. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ. ഇത് റിഫൈൻഡ് ഓയിൽ മതി, വെളിച്ചെണ്ണ വേണ്ട. ഇതല്പം ആദ്യം ഒരു 1-1.5 ടേബിൾ സ്പൂണിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് മുട്ട 4, 5, 6, ഞാൻ അളവൊന്നും പറയുന്നില്ല, ഇതിപ്പോൾ 4 എടുത്തു എന്നേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഒരു സ്ക്രാമ്പിൾ ഉണ്ടാക്കാം. എണ്ണ ചൂടായി തുടങ്ങി. ഇതിലേക്ക് അതായത് മുട്ട ഉടച്ച് ഡയറക്റ്റായിട്ട് ചേർക്കുകയാണ്. അത്രയും പോലും നമുക്ക് സമയം മുട്ട ബീറ്റ് ചെയ്യാനൊന്നും സമയം മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ഫാസ്റ്റായിട്ട് ചെയ്യാം. ഇനി ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇതങ്ങോട്ട് സെറ്റിൽഡ് ആകുന്നതിന് മുമ്പേ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മുളക് പൊടിയാണ്, കുരുമുളക് പൊടിയല്ല, ഞാനിതിലെല്ലാം മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഈ ഒരു ഫ്രൈഡ് റൈസിന് ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മുളകിൻ്റെ അല്ലെങ്കിൽ കശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അപ്പോൾ ഉപ്പും ചേർത്തു, ചില്ലി പൗഡറും ചേർത്തിട്ടു. ഇത്ര ആവശ്യമുള്ളൂ. ഇനി ഇത് പാത്രത്തിൽ നിന്നും മാറ്റുക. സ്ക്രാമ്പിൾ ചെയ്ത മുട്ട, അത് ഭയങ്കര ഡ്രൈ ആക്കിയില്ല, അതിന് മുന്നേ തന്നെ ഞാൻ മാറ്റുകയാണ്. ചെറിയ ഓറഞ്ച് യെല്ലോ കളറായിട്ടിരിക്കും. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അതിൽ ആവശ്യത്തിനുള്ള എരിവും ഉപ്പുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് എണ്ണ കൂടി ഒഴിക്കാം. വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ. നേരത്തെ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അത് ഒന്നായാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ 2 ഒഴിച്ചതിന് പകരം 1.5 ടേബിൾ സ്പൂണോ ഒന്നായാലും കുഴപ്പമില്ല. ഓയിലിൻ്റെ അളവൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ, ഒരു ഇഷ്യൂല്ല. അപ്പോൾ ഇതിൽ ആദ്യം കുറച്ച് വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ നിറച്ച് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കാം. ഇതൊരു കൺവെൻഷനലായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇതൊരു ഇംപ്രവൈസേഷനാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചേഞ്ചസ്, ഭയങ്കര മാറ്റങ്ങളോടുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നാൽ സ്വാദുള്ള പലതരം റൈസ് നമുക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാമല്ലോ. അങ്ങനെ വിചാരിച്ചാൽ മതി.
കളറ് മാറേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി മണമൊക്കെ വന്ന് തുടങ്ങി. ഇനി സവാള, ഇതിപ്പോൾ 2 ചെറിയ സവാള അരിഞ്ഞതാണ്, ഫൈനലി ചോപ്ഡ് എന്ന് പറയാം. സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, കളർഫുള്ളായിരിക്കും, പച്ച നിറം കൂടി ഇടയ്ക്ക് വരികയാണെങ്കിൽ. പക്ഷേ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇടുന്നില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾക്കുണ്ടെങ്കിൽ ഇടാം, അത് ലാസ്റ്റ് ഇട്ടാൽ മതി സ്പ്രിംഗ് ഓണിയൻ. അപ്പോൾ ഇതൊന്ന് വാടിയാൽ മാത്രം മതി, ബ്രൗൺ ഒന്നും ആകണ്ട. അതാണ് ഇതിൻ്റെ ഒരു ഗുണം, സിംപ്ലിസിറ്റി. സാധാരണ ചോറും കറികളും ഒക്കെ വയ്ക്കുന്നതിനെക്കാട്ടി എളുപ്പമാണ് ഒരു ഫ്രൈഡ് റൈസോ ഒരു ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കാൻ എന്നാണ് എനിക്ക് തോന്നാറ്. കാര്യം ഫ്രൈഡ് റൈസ് ആകുമ്പോൾ ഏറ്റവും എളുപ്പമാണ്. കാര്യം വഴറ്റി ബ്രൗൺ ആക്കി അങ്ങനെ ഒന്നും വേണ്ട, ജസ്റ്റ് എല്ലാം ഒന്ന് വാടിയാൽ മാത്രം മതി. പിന്നെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഉണ്ടെന്ന് ഞാൻ പറയില്ല. എപ്പോഴും നമുക്ക് ഒരു ലീനിയൻസി അല്ലെങ്കിൽ ഒരു ലീവേസ് ഒക്കെ ഉള്ള ഒരു മേഖലയാണ്. പിന്നെ ചില നിയമങ്ങൾ പാലിക്കണം, സ്വാദ് എപ്പോഴും ഉണ്ടാവണം, കുറച്ച് ഹെൽത്തി ആയിരുന്നാൽ അത്രയും നല്ലത്, കോമ്പിനേഷൻസ് എപ്പോഴും പരസ്പര പൂരിതമായിരിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരും. അല്ലാണ്ട് ഇപ്പോൾ ട്രഡീഷണൽ ഐറ്റംസൊക്കെ അതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. എങ്കിലും അതിൽ നിന്നും നമുക്ക് ഐഡിയാസൊക്കെ ഉൾക്കൊണ്ട് കുറച്ച് നമ്മുടെ രീതിയിലൊക്കെ മാറ്റി മറിച്ച് ചെയ്യുമ്പോൾ അത് വേറൊരു ലെവലിൽ ചെയ്യാൻ പറ്റും, എളുപ്പമാണ്. അതെ, ഇപ്പോൾ ഉള്ളിയും വാടി കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം ഇത് നോക്കൂ, ബ്രൗൺ ഒന്നും ആകണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനിയാണ് ഇതിലേക്ക് തീ അല്പം ഒന്ന് കുറച്ചിട്ട്, സ്പൈസി ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്, എഗ് ഫ്രൈഡ് റൈസ്. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നത്. ഇതും ബിരിയാണി മുളകിൻ്റെ പൊടി തന്നെയാണ്, കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറയാം. ആ മുളകിൻ്റെ ഒരു പച്ചക്കുത്ത് മാറിയാൽ മാത്രം മതി, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇച്ചിരി ഉപ്പ് ഇതിനകത്തേക്ക് ഇടുന്നു, ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പ്. പിന്നെ ഇതിനൊക്കെ ആവശ്യമുള്ള റൈസ് ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അതിച്ചിരി ഉപ്പ് ചേർത്തിട്ടാണ് റൈസ് വേവിച്ചിരിക്കുന്നത്, അത് കാരണം ഇനി പ്രത്യേകിച്ച് ഉപ്പ് എക്സ്ട്രാ വേണ്ടി വരില്ല. അപ്പം മുളകിൻ്റെ ആ പച്ച എല്ലാം മാറി, ഇനി റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് മുട്ടയും കൂടി ചേർക്കാം, അതിനെ കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കാം, ബ്രേക്ക് ഡൗൺ ചെയ്തെടുക്കാം. ഇതുപോലെ വലിയ പീസസ് ആയിട്ടാണ് ഞാൻ മാറ്റി വെച്ചത്. ഉപ്പെല്ലാം നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേജിൽ, ഇത് ഈ സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഏകദേശം ഒരു സെഷ്വാൻ ഫ്രൈഡ് റൈസൊക്കെ ചെയ്യുന്ന പോലെ തന്നെയെന്ന് പറയാൻ വേണമെങ്കിൽ. കാര്യം മുളകിൻ്റെ ടേസ്റ്റും ഇപ്പോൾ എന്താ പറയുക, ചില്ലി പേസ്റ്റൊക്കെ ചേർത്ത് ചെയ്യില്ലേ, അതുപോലെ ഗാർലിക് ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇലാബറേറ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം, സെലറി അരിഞ്ഞത് ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം. അതെല്ലാം ഈ ഒരു സ്റ്റേജിലാണ് സെലറിയും സ്പ്രിംഗ് ഓണിയനൊക്കെ ചേർക്കേണ്ടത്. ക്യാപ്സിക്കം പക്ഷേ ഉള്ളിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ, ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഒരു പകുതിയാകുമ്പോൾ ചേർത്ത് തുടങ്ങാം. ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, നല്ല ലോങ് ഗ്രെയിൻ ആയിട്ടുള്ള ബസ്മതി റൈസാണ്, അത് കാരണം കുഴഞ്ഞൊന്നും പോകാത്ത രീതിയിൽ കറക്റ്റ് പാകത്തിന് വേവിച്ച് ഊറ്റിയെടുത്താൽ മതി. ആ 2 കപ്പ് റൈസ് എന്ന് പറയുമ്പോൾ ഇത്രയും കൂടി ഉണ്ട്, അത് പാകത്തിന് വെന്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെറിയ കട്ടകളൊന്നെങ്കിലും ഒന്നും പേടിക്കണ്ട, ഇങ്ങനെ ഓയിലുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇതിലൊരു ഗ്രീനിൻ്റെ ഒരു കളറും കൂടി എക്സ്ട്രാ വന്നാൽ അതൊരു ഭംഗിയും കൂടി ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കം, പിന്നെന്താ സെലറി മുതലായ കാര്യങ്ങളുണ്ടെങ്കിൽ ചേർക്കുക. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഇച്ചിരി കൂടെ സ്പൈസി ആക്കണമെങ്കിൽ 1.5 ടീസ്പൂണും ചേർക്കുക, 1/2 ടീസ്പൂണും കൂടി ആകാം. എല്ലാം കൂടി ചേർത്ത്, മുട്ടയിൽ ചേർത്ത എണ്ണയും ഇതിൽ ചേർത്ത എണ്ണയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒരു 3.5 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് ഓയിലൊന്നും ഞാൻ മിക്സ് ചെയ്തിട്ടില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സ്പൈസി എഗ് ഫ്രൈഡ് റൈസ് റെഡി എന്ന് തന്നെ പറയാം. അങ്ങനെ സ്പൈസി എഗ് ഫ്രൈഡ് റൈസ് ഇസ് റെഡി. തീ ഓഫ് ചെയ്യാൻ പോകുന്നു. എന്തെളുപ്പമല്ലേ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷ് പോലും വേണ്ട. ഒരു സാലഡ്, തൈരൊഴിച്ച സാലഡിൻ്റെ കൂടെയും കഴിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കണം എന്നുള്ളത് കുറച്ച് ടൊമാറ്റോ സോസും കൂടി സൈഡിൽ വെച്ചിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ട് ചിക്കനോ വെജായിട്ടുള്ള ഐറ്റം എന്തെങ്കിലും, ഇപ്പോൾ പനീറോ കോളിഫ്ലവറോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ള കാര്യം ഞാനിപ്പോൾ റെഡിയാക്കി കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ചിക്കനൊക്കെ ഉണ്ട് ഇവിടെ ഓൾറെഡി കുക്ക്ഡ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നും വേണ്ട, ഒരു സാലഡ് മാത്രം മതിയാവുള്ളൂ. യെസ്, അങ്ങനെ ചൂടായിട്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുക്കാം. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേക്കുമ്പോൾ നമ്മൾ ഇത്ര സ്പൈസി ആയിട്ട് ചെയ്യില്ലല്ലോ. മുതിർന്നവർക്ക് വേണമെങ്കിൽ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാം.
നല്ല മണവും രുചിയും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിലിപ്പോൾ മുട്ട ഞാൻ 4 ചേർത്തുള്ളൂ. ഇതൊരു 6 or 8 മുട്ട വേണമെങ്കിൽ ചേർക്കാം. ഒരു 6 to 8 eggs വരെ ആകാം, ധാരാളം വേണമെന്നുണ്ടെങ്കിൽ. നമ്മളിവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. ഭൂചേട്ടനും ഞാനും അനുക്കുട്ടി ബേബി 4 പേര്. കുഞ്ഞ് കഴിക്കാറായിട്ടില്ല. വിഷ്ണു ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ നമുക്കൊരു അങ്ങനെ ഒരുപാട് ഇലാബറേറ്റ് ആക്കുന്നില്ല. ജസ്റ്റ് 4 eggs ഇത്രേ ഉള്ളൂ. ഇനി പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ബാക്കി പരിപാടികൾ. ഇനിയിപ്പോൾ ഡ്രസ്സ് ചെയ്യണം, മാജിക് അവൻ്റെ ആൾക്കാരെല്ലാം വരും. അതിൻ്റെ ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വിളമ്പിക്കോട്ടെ. നല്ല ചൂട് സ്പൈസി എഗ് ഫ്രൈഡ് റൈസ്. ടൊമാറ്റോ സോസ് മാത്രം മതി സത്യത്തിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇതൊരു 4 പേർക്ക് കൂടുതൽ കഴിക്കാനുണ്ട്. ഇതിന് ഒരേ ഒരു കുറവ് സെലറി, സ്പ്രിംഗ് ഒണിയൻ മുതലായ കാര്യങ്ങളില്ല എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇസ് റെഡി. സ്പൈസി എഗ് ഫ്രൈഡ് റൈസ് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വിശാലമായി കഴിക്കാനുള്ള സമയമില്ല. അത് കാരണം ജസ്റ്റ് ഒരു ടേസ്റ്റിങ്. ഓക്കെ, നിങ്ങൾക്ക് ടേസ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം. അത്യാവശ്യം സ്പൈസിയാണ്. സ്പൈസി ഫ്രൈഡ് റൈസ് ഇഷ്ടമുള്ളവർക്ക്, സെഷ്വാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക്, സെഷ്വാൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എക്സലൻ്റ് ആയിട്ട് തോന്നും. അടിപൊളിയാണ്, സിമ്പിളാണ്, പക്ഷേ നമുക്ക് പെട്ടെന്ന് തട്ടി കൂട്ടാം ഇതുപോലെ തിരക്കുള്ള ദിവസമൊക്കെ. ഓക്കെ, അത് മാത്രമല്ല ഇപ്പോൾ ഒരു പാർട്ടിയൊക്കെ നടത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ഐറ്റമായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അന്നേരം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഗ്രീൻസ് വേണം. സെലറി, സ്പ്രിംഗ് ഒണിയനൊക്കെ ഇട്ടാൽ കുറച്ചുകൂടി കളർഫുൾ ആകും, ക്യാപ്സിക്കം ഉൾപ്പെടെ. ഓക്കെ, മതി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിന്ന് ഞാൻ നേരെ അകത്തേക്ക് പോകണു. ഓക്കെ, ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എൻ്റെ മറ്റ് കലാപരിപാടികളുമായി മുന്നോട്ട് പോവാണ്. ഇപ്പോൾ കേരളയിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ട്. എക്യുപ്മെൻറ്റ്സ് എല്ലാം കിച്ചണിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം 2 ക്യാമറയും വെച്ചു, എല്ലാം സെറ്റ് ചെയ്തിട്ട് അവർ പുറത്ത് പോയി വെയിറ്റ് ചെയ്യാണ്. ഞാനും കൂടി ഒന്ന് റെഡിയായി വന്നാൽ മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരാം. അങ്ങനെ മാജിക് അവൻ്റെ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞു. നിങ്ങൾക്കിത് കുറച്ചുകൂടി വിശദമായി കാണിച്ചു തരാം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പുതിയ കമ്മൽ, മാല, സാരി, പഴയ ഹെയർ സ്റ്റൈൽ പോലെ തന്നെയാണ്. പോണി കെട്ടിയിട്ടുണ്ട്, കളർ ചെയ്തിട്ടുണ്ട്, മുടിയൊക്കെ ഷോർട്ടാക്കി, ഫ്രിഞ്ചസ് എല്ലാം. ഓക്കെ, ഈ ബാങ്ക്സ് എല്ലാം ഇങ്ങനെ ചെറുതാക്കി വെച്ചിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ കിച്ചൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. അവിടെ കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. അതേ നോക്കൂ, എൻ്റെ വെജീസ് കഴിക്കാൻ സമയമായി. അപ്പോൾ അതുകൂടി കഴിച്ചിട്ടാണ് തുടങ്ങാൻ പോണത്. മാജിക് ഓവൻ്റെ ഷൂട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേർക്ക് ഒരു നൊസ്റ്റാൾജിയാണ്. കണ്ടുകൊണ്ടിരുന്ന, വർഷങ്ങളായി എന്നെ കണ്ടുകൊണ്ടിരുന്ന, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കും, അതുപോലെ തന്നെ ഇത് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്കും, അതുപോലെ കേരളയിലെ ഈ സെയിമായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പഴയ ആൾക്കാർ തന്നെയാണ് കേട്ടോ, ക്രൂ മെമ്പേഴ്സും ഒക്കെ. ഒരു ഭയങ്കരമായൊരു സന്തോഷവും ഒരു പ്രത്യേക ഫീലാണ്. മാജിക് ഓവൻ്റെ ഷൂട്ട് ഞാൻ ഒരുപാട് വർഷങ്ങളായി ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ ഷൂട്ടും എനിക്ക് പുതുമയാണ് കേട്ടോ. ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുമ്പോഴും ഏത് വിഭവം ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുമ്പോഴും ഒക്കെ ആദ്യമായിട്ട് ഞാൻ മാജിക് ഓവൻ ചെയ്ത ആ ഒരു കാലഘട്ടം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പീരീഡിലേക്ക് തന്നെയാണ് എൻ്റെ മനസ്സ് പോകുന്നത്. ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ തോന്നലുകളൊന്നും എനിക്കില്ല. എനിക്കെപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു പുതിയൊരാൾ ഒരു പുതിയ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അങ്കലാപ്പും ഒരു ടെൻഷനും ഒക്കെ എനിക്കിപ്പോഴും ഉണ്ടെന്ന് തന്നെ പറയാം. കാര്യം അത്രയും സീരിയസ് ആയിട്ടായിരിക്കും ഞാനത് കാണുന്നതും അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യുന്നതും. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഞാനിതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷൂട്ട് തുടങ്ങാൻ സമയമാകുന്നു. ഇന്ന് 2 എപ്പിസോഡാണ് ഷൂട്ട് ചെയ്യുന്നത്. 2 എപ്പിസോഡെന്ന് പറയുമ്പോൾ 4 വിഭവങ്ങൾ തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ഇച്ചിരി ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു, ലേറ്റ് നൈറ്റ് ആയിരിക്കും ചിലപ്പോൾ തീരാൻ സാധ്യത. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ചില ദിവസങ്ങളൊക്കെ 2 മണിക്കൊക്കെയാണ് നമ്മൾ ഷൂട്ട് അവസാനിപ്പിക്കുന്നത്. ഇതിലൊന്ന് പറയാം, ഒരു സെന്റൻസ് പറഞ്ഞിട്ട് അടുത്ത കാട്ടിലേക്ക്. ഈ വേനലിന്റെ ചൂട് സഹിച്ച് നമ്മൾ ഇത്രയും ദിവസം നിന്നില്ലേ, ഒരു 2-3-4 മാസമായിട്ട് നമ്മൾ ഇങ്ങനെ വേനൽക്കാലത്ത് ഇങ്ങനെ ആസ്വദിക്കുകയാണെന്ന് വെച്ചാൽ അറിയാൻ പറയില്ല.
ഹലോ ഈ പുഡിങ് മൊത്തം ഐസ്ക്രീം ഉണ്ട്. ഹണി ചക്കരക്കുട്ടി എവിടെ? ഷമമി സന്തോഷം. അങ്ങനെ മാജിക് അവൻ കിച്ചണിലേക്ക് എത്തിയിരിക്കുന്നത്. അരിക്കുട്ടിയും ബൈ. അങ്ങനെ നമ്മുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ കഴിഞ്ഞു. പുഡിംഗ് ആയിരുന്നു, സ്പെഷ്യൽ റാഫലോ പുഡിംഗ്. അതിൻ്റെ കൂടെ ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, തിരട്ടിപ്പാൽ ഉണ്ടാക്കാൻ പോകും. അത് നാടൻ തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഏതാണ്ട് ഫൈനലായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു ഈ കാര്യങ്ങൾ. എല്ലാവരും അവിടെ ബിസി. ഇവിടെ ഫൈനൽ പ്രോഡക്റ്റ്സ് അതിൻ്റെ കാര്യങ്ങൾ എടുക്കുക. ഒരു പുതിയ ആളും കൂടി ഇവിടെ ഉണ്ട്, നാണിച്ചിരിക്കരുത്. നമ്മുടെ ക്യാമറാമാൻ ഷാജി കമലേശ്വരത്തിൻ്റെ മകളാണ്. മോളുടെ പേര് പറഞ്ഞേ? ഭഗീരഥി. യെസ്, എൻട്രൻസ് കോച്ചിങ്ങും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ, ഇവിടെ എല്ലാവരും ഉണ്ട്. രാമൻ സ്ഥിരം നമ്മുടെ എല്ലാവരും ഉണ്ട്. ബൈജു, രാമൻ, പ്രൊഡ്യൂസർ മിസ്റ്റർ ഹണി ഒക്കെ ഒതുങ്ങി നിൽക്കുകയാണ്. നമ്മുടെ അജി, ഷാജി ഭയങ്കര ബിസി വർക്കിംഗ് ആണ്. രാജൻ വേറെ സൈഡിൽ നിന്ന് വർക്ക് ചെയ്ത് തകർക്കുന്നു. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? പുതിയ വിശേഷങ്ങളൊന്നും ആർക്കും ഒന്നും പറയാനില്ല. അജി എന്തെങ്കിലും പറയാം. ഷാജി പറയുമല്ലോ. നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. അയ്യോ പാവം, സുഖമായിരിക്കും. നിഷ്കളങ്കി. ഓക്കെ, എല്ലാവരും കുറച്ച് തിരക്കാണ്. വെളിയിൽ നല്ല മഴയുണ്ട്, അതിൻ്റെ സന്തോഷമുണ്ട് അല്ലേ? മഴയുണ്ട്, ഇരുട്ടി തുടങ്ങി. ആക്ച്വലി പറഞ്ഞു നമ്മൾ നേരത്തെ തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പം ഇരുട്ടി. അത് മഴയുടെ ഒരു ഇരുട്ടാണ്, അല്ലാണ്ട് രാത്രി ആയതല്ല. ഓക്കെ, അപ്പം മിൽക്കി മിസ്റ്റാണ് നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ മിൽക്കി മിസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സംതിങ് ടു ഡു വിത്ത് മിൽക്കി മിസ്റ്റ്, അത് വെച്ചിട്ടൊരു പ്രോഡക്റ്റ്. ഓക്കെ, ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റാണ്. ഇപ്രാവശ്യത്തെ ശനിയാഴ്ചത്തെ മാജിക്കോൺ കാണുക. ഈ രണ്ട് റെസിപ്പീസും ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണുക. അങ്ങനെ ഒരു എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അകത്തേക്ക് വന്ന് സാരി ചേഞ്ച്. അപ്പോൾ ഈ സാരി മാറ്റിയിട്ട് അടുത്ത ഡ്രസ് ചേഞ്ച്. അത് കഴിഞ്ഞിട്ടൊരു ചിക്കനാണ് ഉണ്ടാക്കാൻ പോണത്. ഉള്ളിയെല്ലാം ഇട്ടിട്ടൊരു ഉള്ളി ചിക്കൻ എന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, അടമാങ്ങ, ഉണക്കി അടമാങ്ങ കഴിച്ച് നടക്കുക. അപ്പോൾ ഇതാണ് ചെയ്യാൻ പോണേ. ഓക്കെ, ഡ്രസ്സൊക്കെ മാറട്ടെ. ഇപ്രാവശ്യത്തെ സാരീസ് എന്ന് പറഞ്ഞാൽ നാരായൺപേട്ട് സാരീസാണ് ഞാൻ കുറച്ച് കൂടുതൽ മേടിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ അത് വേണമോ ഇത് വേണമോ, ഒരു കളർ സെലക്ഷൻ. അയ്യോ ഇത് പച്ച കേട്ടോ, ബ്ലൂ അല്ല, സ്ക്രീൻ. അയ്യോ ഇത് കണ്ടപ്പോൾ ബ്ലൂ പോലെ തോന്നുന്നു ഇതിൽ കണ്ടപ്പോൾ ക്യാമറയിൽ. ബ്രൗൺ ആൻഡ് യെല്ലോ ആൻഡ് ഗ്രീൻ, പിന്നെ ഒരു ചെക്സ് ആയിട്ട് തീരുമാനിക്കണം ഇതിലേത് വേണം എന്നിട്ട് കൊടുക്കാൻ പോകും. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിനുള്ള വേഷമൊക്കെ കിട്ടി വന്നിട്ടുണ്ട്, തുടങ്ങാൻ പോകും. ഓക്കെ, 2 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ചിക്കനാണ്, രണ്ടാമത്തേത് ഒരു മിൽക്ക് ഷേക്ക്. അപ്പോൾ ആ വിശേഷങ്ങളും കാണും. മിൽക്കി മിസ്റ്റ് റെസിൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. ചെറിയ കട്ട് ക്ലോസ് വയ്ക്കും, പിന്നെ അത് ഒന്ന് നിർത്തരണേ.
കുറച്ച് ദിവസങ്ങളായി നമ്മൾ മാജിക് അവനിൽ കുറച്ച് ദിവസങ്ങളായി നോൺ വെജ് എന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ട്, ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഒന്നും നമ്മളിപ്പോൾ കുറേ ദിവസമായി ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു നോൺ വെജിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ചിക്കൻ കൊണ്ടുള്ള ഒരു വിഭവമാണ് തനി നാട്. സൺഡേസ് അല്ല മാജിക് അവൻ, സാറ്റർഡേസ് ആണ്. സാറ്റർഡേസ് 12 മണി. എല്ലാ ശനിയാഴ്ചയും കൈരളിയിൽ 12 മണിക്ക് മാജിക് അവൻ ഉണ്ടാകും. കപ്പ, മത്തിക്കറി, ചുവന്ന കറിയാണ്, മത്തി മുളക് കറി. അത് തന്നെ മത്തി മുളക് കറി. ഇതായിരുന്നു എല്ലാവരും കഴിച്ചത്. ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു, ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ കഴിക്കാൻ വേണമെങ്കിൽ ഒരു ബ്രേക്ക് ഉണ്ട്. ചിക്കൻ ആകുന്ന സമയം കപ്പയും എൻ്റെ ഷെയർ ഇവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ കഴിച്ചു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം. അങ്ങനെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. എല്ലാവരും ഇത് ആക്കി, എല്ലാവരും തിരിച്ച് എല്ലാം എടുത്ത് വയ്ക്കുന്ന തിരക്കില്ല. ഇനി ഇവിടുത്തെ ക്ലീനിങ് പ്രോസസ് കുറച്ച് പണിയുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ. എല്ലാവരും സാധനങ്ങളൊക്കെ ഡിസ്മാൻഡലിങ് ജോലിയിലാണ്. കൊണ്ടുവരുന്നത് ഇതുപോലെയാണ്, കൊണ്ടുവന്ന് എല്ലാം ഫിക്സ് ചെയ്യണം, പിന്നെ ഇതെല്ലാം എടുത്തുകൊണ്ട് പോകണം. അജിയുടെ പണി കഴിയത്തില്ല. അജി ഇനി എന്നെ ക്ലീൻ ചെയ്യാനൊക്കെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി, വീടൊഴിഞ്ഞു എന്ന് തന്നെ പറയാം. ക്രൂ എല്ലാവരും പോയി കഴിഞ്ഞു. ഇന്ന് ഒരുപാട് ലേറ്റ് ആയില്ല, ഒരു 11:30 ഒക്കെ ആയപ്പോൾ തീർന്നിട്ടുണ്ട്. രാത്രിയായി. അപ്പോൾ എന്തായാലും ഇന്നൊരു ഹെക്റ്റിക് ഡേ ആണ് എനിക്ക്. രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് ആസ് യൂഷ്വൽ. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇന്ന് നേരത്തെയാണ്, കാരണം ഞാൻ ചില ദിവസമൊക്കെ 2 മണിക്കൊക്കെ എത്തിയിരുന്നത് ഷൂട്ട്. ഇപ്പോൾ 2 ആഴ്ചത്തേക്കുള്ള കഴിഞ്ഞു. അപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ മാജിക് അവൻ ഇപ്പോൾ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 12 മണിക്കാണ് കൈരളി ചാനലിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞാൻ നിങ്ങളായിട്ടെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്കിനി കുളിക്കണം, മെയിൽ കഴുകി ഡ്രസ്സൊക്കെ മാറി മെയിൽ കഴുകി വൃത്തിയായിട്ടല്ലേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ, മേക്കപ്പ് എല്ലാം അയച്ചിട്ട്. അപ്പോൾ എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.